അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് പറഞ്ഞാൽ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് കുഞ്ഞു കുഞ്ഞു ടാസ്കുകളൊക്കെ ചെയ്തിട്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന കിടിലനായിട്ടുള്ളൊരു വെബ്സൈറ്റാണ് ഞാൻ പറയാൻ പോകുന്നത്. വെബ്സൈറ്റ് ഏതാണെന്നും എങ്ങനെ വർക്ക് ചെയ്യണം, എങ്ങനെ ലോഗിൻ ചെയ്യണം, എങ്ങനെ രജിസ്റ്റർ ചെയ്യണം, എന്ത് തൊട്ട് തുടങ്ങുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ വീഡിയോ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുൾ വാച്ച് ചെയ്തതിന് ശേഷം മാത്രമേ വെബ്സൈറ്റ് കയറി രജിസ്റ്റർ ചെയ്യാവുള്ളൂ. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കമൻറ്റ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ ഉണ്ടല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്താൽ പോകുന്നത് ഓൺലൈനായിട്ട് വീട്ടിലിരുന്ന് വർക്ക് ചെയ്തിട്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന നല്ല കിടിലനായിട്ടുള്ളൊരു വെബ്സൈറ്റാണ്. അത് വന്നിട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റും. വേറെ പേയ്മെൻറ്റോ ഇൻവെസ്റ്റ്മെൻറ്റോ ഒന്നുമില്ലാതെ നമുക്ക് ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വെബ്സൈറ്റാണ്. വെബ്സൈറ്റിൻ്റെ പേര് വന്നിട്ടെന്ന് പറഞ്ഞാൽ ബീറ്റ ടെസ്റ്റിംഗ് എന്നാണ്. അപ്പം പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് നമ്മുടെ ഇവിടുത്തെ ജോബ് എന്ന് പറയുന്നത്. വേറൊന്നുമില്ല, ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യുക, നമ്മുടെ ഒരു ഫീഡ്ബാക്ക് അവരെ അറിയിക്കുക. അതാണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. ടെസ്റ്റ് അസിസ്റ്റ് ന്യൂ പ്രോഡക്റ്റ് ആൻഡ് ഗെറ്റ് പെയ്ഡ് ടു വേ ഫീഡ്ബാക്ക് ഫോർ ന്യൂ ആപ്സ് വെബ്സൈറ്റ് ആൻഡ് കണക്റ്റഡ് പ്രോഡക്ട്സ്. കണ്ടോ? അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ടത് നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ഒരു ഫീഡ്ബാക്ക് അവരെ അറിയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് എന്ന് പറഞ്ഞാൽ ചിലപ്പം വെബ്സൈറ്റ് ആകാം, ആപ്സ് ആകാം. ഇപ്പോൾ ആപ്ലിക്കേഷനൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷനെ നമ്മൾ എന്ത് ചെയ്യുക, പഠിച്ചിട്ട് അവർ ചോദിക്കുന്നതിന് ആൻസർ കൊടുത്താൽ മാത്രം മതി. അപ്പോൾ അവർ ചോദിക്കും ഈ ആപ്ലിക്കേഷനകത്ത് എവിടെയാണ് നമ്മൾ ഓർഡർ ചെയ്തത് കാണാൻ പറ്റുക, പിന്നെ ക്യാൻസൽ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, അങ്ങനത്തെ ആ ഓരോ ഓപ്ഷൻ ഉണ്ടല്ലോ ഒരു ആപ്ലിക്കേഷനെ പറ്റിയുള്ള കാര്യം. അതിനെപ്പറ്റി നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഇതിനെയാണ് ആൻസറിനാണ് അവർ നമുക്ക് എന്ത് തരുന്നത്, പേയ്മെൻറ്റ് തരുന്നത്. മനസ്സിലായി പറഞ്ഞത്? അപ്പോൾ ഇവിടെ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും എത്രയുണ്ട്. 350K ടെസ്റ്റേഴ്സ് ഉണ്ട് ഇവിടെ. 150 കൺട്രീസിൽ അവൈലബിൾ ആണ്. ബീറ്റ ടെസ്റ്റിംഗ് ആണെങ്കിൽ തുടങ്ങിയത് 2012 കേട്ടോ. പിന്നുള്ളത് നമുക്ക് ഇങ്ങോട്ട് നോക്കുമ്പോൾ കുറേ ഫെയർ ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റുക എന്നൊക്കെ ഓൺലൈനെ പറ്റി അവർ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് തന്നെ പറയുന്നുണ്ട്. നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ തന്നെ സൈനപ്പ് മെയിൽ ID കൊടുത്തിട്ട് സൈനപ്പ് ചെയ്താൽ മാത്രം മതി. വേറെ പ്രത്യേകിച്ച് അവിടെ ഒന്നും ചെയ്യാനായിട്ടില്ല. അത് കഴിഞ്ഞ് പിന്നെ വരുന്നതാണ് പ്രൊഫൈൽ ഫില്ലിങ്. റിസീവ് മെയിൽ ഇൻവൈറ്റ് ടു ബീറ്റ ടെസ്റ്റ് ദാറ്റ് മാച്ച് യുവർ പ്രൊഫൈൽ. കണ്ടോ? നമ്മുടെ പ്രൊഫൈലിന് മാച്ച് ആകുന്ന രീതിയിലുള്ള ബീറ്റ ടെസ്റ്റ് ആയിരിക്കും അവർ അയച്ചു തരിക. അത് മെയിൽ ത്രൂ ആയിരിക്കും. മെയിലിലേക്കായിരിക്കും നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്നത്. ബീറ്റ ടെസ്റ്റ് ഇപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞ് അവർ മെയിലിലേക്കായിരിക്കും അയക്കുന്നത്. നമുക്ക് നമ്മുടെ പ്രൊഫൈലിന് മാച്ച് ആകുന്ന രീതിയിലുള്ളതായിരിക്കും അവർ അയക്കുക. നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, പ്രൊഫൈൽ സെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് മെയിൽ പിന്നെ ഓപ്പൺ ആക്കിയാൽ മതി. മെയിൽ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഫെയർ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ മനസ്സിലാവും വാട്ട് ടൈപ്പ് ഓഫ് പ്രോഡക്ട്സ് ഡു യു ടെസ്റ്റ്. അപ്പോൾ എങ്ങനത്തെ പ്രോഡക്റ്റ് ആയിരിക്കും അവർ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ തരികയാണ്. We test all type of products including app, website and connected hardware products like smart vacuum TVs and media devices. കണ്ടോ? അപ്പോൾ അവർ നമുക്ക് തരാൻ പോകുന്ന ടെസ്റ്റ് ഏതൊക്കെയായിരിക്കും എന്ന് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് പ്രോഡക്ട്സിനെ കുറിച്ച് അവരെന്ത് ചെയ്യും, ടെസ്റ്റ് ചെയ്യാൻ തരും. ചിലപ്പോൾ ആപ്ലിക്കേഷൻ ആകാം, വെബ്സൈറ്റ് ആകാം, ഏത് വേണേലും തരാം. അത് അവരുടെ ഇഷ്ടമാണ് ഏത് തരണമെന്നുള്ളത്. അപ്പോൾ നമ്മളതിനെക്കുറിച്ചൊന്ന് വിശകലനം ചെയ്തിട്ട് അവർ ചോദിക്കുന്നതിന് ആൻസർ കൊടുത്താൽ മതി. വലിയ പാടൊന്നുമില്ല. ടി വിയെക്കുറിച്ചൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. ഏത് ടി വിയാണ്, എത്രയാണ് സൈസ്, എത്ര നാളാണ് ഉപയോഗിക്കുന്നത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരിക്കും. ആപ്ലിക്കേഷൻ ആകുമ്പോഴത്തേക്കിനും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നത് എവിടെയാണ്, ഓർഡർ ചെയ്തത് കാണാൻ പറ്റുന്നത് എവിടെയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും മെയിലിൽ അവർ ചോദിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ എല്ലാവരുടെയും ഒരു ഡൗട്ടാണ് നമുക്ക് എത്ര രൂപ ഇതിൽ നിന്ന് ഏൺ ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അതിനാണ് നമുക്ക് വാട്ട് ഈസ് ദ ആവറേജ് ടെസ്റ്റ് ഇൻസ്റ്റൻസീവ് എന്ന് കാണിച്ചിരിക്കുന്നത്. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് അവരിത് പറയുന്നുണ്ട് എ കോമൺ ഇൻസ്റ്റൻസ് ഫോർ എ ടെസ്റ്റ് ദാറ്റ് ടാസ്ക് 45 to 30 minutes ഈസ് $15 to $30. അല്ല, $14 തൊട്ട് $15 തൊട്ട് $35 വരെ കിട്ടും. അതും 45 മിനിറ്റ് തൊട്ട് 60 മിനിറ്റ് വരെ വർക്ക് ചെയ്താൽ തന്നെ നമുക്ക് കിട്ടുന്ന ഏണിങ്സ് ആണ് അവർ പറയുന്നത്. എത്രയാണ്? $15, $30 ആണ്. അപ്പോൾ നമ്മൾ ടെസ്റ്റിങ്ങിന് എടുക്കുന്ന ആ ഡ്യൂറേഷൻ ടൈം ഉണ്ടല്ലോ, അതിനെ ബേസ് ചെയ്തായിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്, റിവാർഡ്സ് കിട്ടുന്നത്. മനസ്സിലായോ?
ഹൗ ആർ പേയ്മെൻറ്റ് മെയ്ഡ്, നമുക്ക് എങ്ങനെ ക്യാഷ് വിഡ്രോവൽ ചെയ്യാമെന്ന് പറയുന്നു. അവർ പറയുന്നത് ഒരു പ്രോജക്റ്റ് നമ്മൾ ഏറ്റെടുത്തെന്ന് കരുതുക. ഏറ്റെടുത്ത് കഴിഞ്ഞിട്ട് അത് ഫിനിഷായി കഴിഞ്ഞ് ഒരു 14 ദിവസത്തിനുള്ളിൽ നമുക്ക് എന്ത് കിട്ടും? പേയ്മെൻറ്റ് കിട്ടും. അത് നിങ്ങൾക്ക് പേപ്പാൽ വഴി ക്യാഷായിട്ട് വിഡ്രോവൽ ചെയ്യാം. അതല്ലെങ്കിൽ ഗിഫ്റ്റ് കാർഡ്, ആമസോൺ ഗിഫ്റ്റ് കാർഡായിട്ട് നിങ്ങൾക്ക് റെഡീം ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ ഫിസിക്കൽ പ്രോഡക്റ്റ്സ് പർച്ചേസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്യാഷ് നമുക്ക് റെഡീം ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. ആദ്യമേ നമ്മൾ നമ്മുടെ മെയിൽ ഐ ഡി കൊടുത്തിട്ട് സൈനപ്പ് ചെയ്യുക. സൈനപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ വേണ്ടത് നമ്മുടെ പ്രൊഫൈലാണ്. പ്രൊഫൈലിൽ അവിടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചോദിക്കുന്നുള്ളൂ. കണ്ടില്ലേ? ഏജ്, ജെൻഡർ, ഇൻകം, കണ്ടോ? അതുപോലത്തെയുള്ള കോമൺ ആയിട്ടുള്ള കാര്യങ്ങളെ കൊടുത്തിട്ടുള്ളൂ. അത് കൊടുത്ത് രജിസ്റ്റർ ചെയ്യുക. അത് കഴിയുമ്പോൾ നമുക്ക് മെയിലിലേക്ക് ടെസ്റ്റിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ വരുന്നതാണ്. നമ്മളത് അറ്റൻഡ് ചെയ്യുക. എന്നിട്ട് ക്യാഷ് ഏൺ ചെയ്യുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ താല്പര്യമുള്ളവരെല്ലാം വർക്ക് ചെയ്യുക. അതിനുശേഷം റിസൾട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ, സീ യു.